ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് IDFC ബാങ്ക് ഉണ്ടല്ലോ. IDFC ബാങ്ക് 2 ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് FD ത്രൂ എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ബിസിനസ് ക്രെഡിറ്റ് കാർഡിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കുറേ ഫീച്ചേഴ്സും ഫോറക്സ് മാർക്കപ്പ് ചാർജ് കുറവാണ്. അതുപോലെ നിങ്ങൾക്ക് ബിസിനസ് യൂസുകൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാൻ പറ്റും. നോർമലി ബിസിനസ് ക്രെഡിറ്റ് കാർഡുകൾ തന്നെ സാധാരണ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ ഈ സാധനം നമുക്ക് ആക്ച്വലി FD ബേസിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. പുതിയ കാർഡുകളാണ്. ഒരെണ്ണം ബിസിനസ് മാക്സും ഒരെണ്ണം ബിസിനസ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ 2 കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം പ്രീമിയം കാർഡാണ് കേട്ടോ. ബിസിനസ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ സാധനം പ്രീമിയർ ആണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലും കാർഡിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ആക്ച്വലി IDFC ബാങ്കിന്റെ ലൈഫ് ടൈം ഫ്രീ കാർഡുകളും ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് IDFC ബാങ്കിന്റെയും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടെ ക്രെഡിറ്റ് കാർഡ്സുകളും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ajmb.banksupport.in എന്നാണ് ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും ബ്ലോഗ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോകാം. IDFC ബിസിനസ് മാക്സ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. IDFC ബിസിനസ് മാക്സ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ നമുക്ക് FD 10,000 രൂപ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് നമുക്ക് കിട്ടും കേട്ടോ. ലൈഫ് ടൈം ഫ്രീ ആണ്. ചാർജുകളും സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ആനുവൽ ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ റിവാർഡ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അപ് ടു 6x റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ എയർപോർട്ട് ലോൺസോ കാര്യങ്ങളൊന്നും ഫോറക്സ് മാർക്കപ്പ് ചാർജ് 1.5% ഉള്ളൂ. ബാക്കിയുള്ള കടകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. നോർമലി 3.5%ഒക്കെയാണ് സാധാരണ ക്രെഡിറ്റ് കാർഡിൽ വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഫോറക്സ് ചാർജ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് നിങ്ങൾ പുറത്ത് പോയിട്ട് ഇന്റർനാഷണൽ യൂസിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് വരുന്ന സംഭവമാണ് ഈ ഫോറക്സ് ചാർജ് കേട്ടോ. അതിൽ കുറവാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എന്താ പറയുക, വൺ കാർഡിനൊക്കെ കുറവാണ്. സ്കാപ്പിയ കാർഡിന് 0 ആണ്. അങ്ങനെ കുറച്ച് കാർഡുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ എന്താ പറയുക ഒരു അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സാധനം. ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിൽ ഇത് ഫോറക്സ് ചാർജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമുക്ക് 5 ആഡ് ഓൺ കാർഡ് വരെ നമുക്ക് ഈ കാർഡ് കൊണ്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 6 റിവാർഡ് പോയിന്റ്സ് ആണ് ഓൺ ഡൊമസ്റ്റിക് ഓൺലൈൻ സ്പെൻസ്. പിന്നെ 4 റിവാർഡ് പോയിന്റ് ആണ് ഓഫ്ലൈൻ സ്പെൻസ് കിട്ടുക. അലോങ് വിത്ത് ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് അപ് ടു 33% ഓൺ ഹോട്ടൽ ബുക്കിങ്ങും 20% ഓൺ ഫ്ലൈറ്റ് ബുക്കിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ സ്പെൻസുകൾക്ക് നമുക്ക് 6 റിവാർഡ് പോയിന്റ് കിട്ടും. 4 റിവാർഡ് പോയിന്റ് ഓഫ്ലൈൻ സ്പെൻസിന് കിട്ടും. പിന്നെ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോഴും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് എക്സ്ട്രാ ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റും കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു നോർമൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം കാർഡായിട്ടുള്ള ബിസിനസ് മൾട്ടിപ്ലയർ ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ നമുക്ക് ഇതൊരു മെറ്റൽ ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ്. മിനിമം FD വേണ്ടത് 50,000 രൂപയാണ്. പിന്നെ ഇതിന് ആനുവൽ ചാർജ് വരുന്നുണ്ട് 1000 രൂപ പ്ലസ് GST ആണ് വരുന്നത്. റിവാർഡ് പോയിന്റ് കാര്യം പറയുകയാണെങ്കിൽ 10x റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. എയർപോർട്ട് ലോഞ്ചസ് കാര്യം കിട്ടുന്നുണ്ട്. ഒരു ഡൊമസ്റ്റിക് ലോഞ്ചസും കിട്ടുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ ലോഞ്ചസും കിട്ടുന്നുണ്ട് കേട്ടോ. ഫോറക്സ് മാർക്കപ്പ് ചാർജ് 0 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ 5 ആഡ് ഓൺ കാർഡ് വരെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 10 റിവാർഡ് പോയിന്റ് ആണ് ഓൺ GST പേയ്മെന്റ്സും അത് ബിസിനസ് ക്രെഡിറ്റ് കാർഡിന്റെ ഗുണമാണ്. നമുക്ക് GST പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ GST പേയ്മെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് 10x റിവാർഡ് പോയിന്റ് അല്ലെങ്കിൽ 10 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. ഓൺലൈൻ ടാക്സ് പേയ്മെന്റ്സ് ആയാലും നമുക്ക് 10 റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ടാക്സ് പേയ്മെന്റ്സിന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ സാധനം എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്ററി ഫസ്റ്റ് ഡിജിറ്റൽ റൂപേ ക്രെഡിറ്റ് കാർഡ് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. UPI ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞാൽ 50,000 മിനിമം ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലസ് GST വരും. ഒരു ഡൊമസ്റ്റിക് ലോഞ്ചസും ഒരു ഇന്റർനാഷണൽ ലോഞ്ചസും പെർ ക്വാർട്ടറിൽ നമുക്ക് കിട്ടും. പ്രീവിയസ് മന്തിൽ നമ്മൾ 20,000 രൂപ സ്പെൻഡ് ചെയ്യണം. അതാണ് അതിന്റെ ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ ഇതാണ് 2 IDFC ബാങ്കിന്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡിന്റെ ഡീൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാൻ ലിങ്കുകളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മുടെ സെറ്റ് ആപ്പിന്റെ ലിങ്കുകളാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്താലോ. അടുത്ത